നമസ്കാരം. ലോകകപ്പിന്റെ പതിവ് തെറ്റിക്കാതെ സംയുക്ത ആതിഥേയരിൽ നിന്ന് ഒരു ടീം കിരീടപ്പോരിനില്ലാതെ പുറത്തായി. സൂപ്പർ 8-ലെ രണ്ടാം മത്സരത്തിൽ ന്യൂസിലൻഡിനോട് തോറ്റതോടെയാണ് ശ്രീലങ്ക പുറത്തായത്. രണ്ടാം ആതിഥേയരായ ഇന്ത്യയുടെ ഭാവി ഇന്നറിയാം. 61 റൺസിനാണ് കിവീസിന്റെ ജയം. ന്യൂസിലൻഡ് ഉയർത്തിയ 169 റൺസ് ജയം പിന്തുടർന്ന ലങ്കയ്ക്ക് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 107 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ജയത്തോടെ ന്യൂസിലൻഡ് സെമി പ്രതീക്ഷ സജീവമാക്കി. അതേസമയം പാകിസ്ഥാന്റെ നില പരുങ്ങലിലായി. ബാറ്റിംഗിൽ പരുങ്ങിയെങ്കിലും ശ്രീലങ്കയെ ബൌളിംഗിൽ പിടിച്ചു നിർത്തിയാണ് കിവീസിന്റെ വിജയം. 4 വിക്കറ്റ് വീഴ്ത്തിയ രജിൻ രവീന്ദ്ര 2 ഓവറിൽ 3 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തിയ മാറ്റ് ഹെൻറി എന്നിവരാണ് ലങ്കയെ തകർത്തത്. 169 വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ലങ്കയെ തുടക്കത്തിൽ തന്നെ കിവീസ് ബൌളർമാർ വിറപ്പിച്ചു. 29 റൺസിനിടെ ടീമിന് 4 വിക്കറ്റുകൾ നഷ്ടമായി. കാമിന്ദു മെൻഡിസാണ് ടീമിന് അല്പമെങ്കിലും ആശ്വാസമായത്. താരം 23 പന്തിൽ നിന്ന് 31 റൺസ് എടുത്തു. പിന്നാലെ വന്നവരും വേഗം മടങ്ങിയതോടെ ലങ്ക പരാജയം മണത്തു. 77-7 എന്ന നിലയിലേക്ക് വീണു. പിന്നീട് ദുനിത് വെല്ലഗയെ ചെറുത്തുനിന്നെങ്കിലും ഫലമുണ്ടായില്ല. അതേസമയം സിംബാബ്വെക്കെതിരെ നിർണായക മത്സരത്തിനിറങ്ങുകയാണ് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തോൽവിയും സിംബാബ്വെക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് നേടിയ കൂറ്റൻ ജയവും ലോകകപ്പിലെ ഇന്ത്യയുടെ സെമി സാധ്യതകളെ തുലാസിലാക്കിയിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ ജയിക്കുകയും മറ്റു ടീമുകളുടെ മത്സരഫലങ്ങൾ അനുകൂലമാവുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യ സെമിയിലേക്ക് കടക്കുകയുള്ളൂ. മാത്രമല്ല, സെമി സാധ്യതകൾ സജീവമായി നിലനിർത്തണമെങ്കിൽ സിംബാബ്വെക്കെതിരെ ചെറിയ ജയവും പോരാ. അതേസമയം ട്വന്റി ലോകകപ്പിൽ വ്യാഴാഴ്ച നിർണായക മത്സരത്തിൽ സിംബാബ്വെയെ നേരിടുമ്പോൾ ഓപ്പണറായി സഞ്ജു തിരിച്ചെത്തുമെന്നാണ് സൂചന. പാകിസ്ഥാനെതിരായ മത്സരം മുതൽ എതിരാളികളുടെ ഓഫ് സ്പിൻ തന്ത്രത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യൻ ഓപ്പണർമാർ. ട്വന്റി ലോകകപ്പിൽ ഇനിയുള്ള 2 മത്സരങ്ങളും ഇന്ത്യക്ക് നിർണായകമായതിനാൽ ബാറ്റിംഗ് നിരയുടെ കരുത്തു കൂട്ടാനും എതിരാളികളുടെ തന്ത്രങ്ങളെ മുളയിലെ നുള്ളാനുമുള്ള പദ്ധതിയുമായിട്ടാണ് ടീം മുന്നോട്ടിറങ്ങുന്നത്. അതേസമയം ഇന്ത്യക്ക് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഇന്ന് സിംബാബ്വെയെ 150 റൺസിന് തോൽപ്പിക്കണം. ട്വന്റി മത്സരങ്ങളിൽ ഇത്രയും വലിയ വിജയം അനായാസമല്ല എന്നതാണ് വസ്തുത. ഇന്ത്യ ഇതിനു മുമ്പ് 2 തവണയാണ് 150 റൺസിന് മുകളിലുള്ള വിജയം നേടിയത്. ന്യൂസിലൻഡിനെ 168 റൺസിനും ഇംഗ്ലണ്ടിനെ 150 റൺസിനുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. എന്നാൽ ലോകകപ്പ് ചരിത്രത്തിൽ 100 റൺസിന്റെ വിജയം പോലും ഇന്ത്യക്കില്ല. ഇന്ത്യക്ക് ഇനി ജയത്തിൽ കുറഞ്ഞത് ഒന്നും മുന്നിലില്ല. അടുത്ത മത്സരങ്ങളിൽ വിൻഡീസിനെയും സിംബാബ്വെയെയും ഇന്ത്യ തോൽപ്പിച്ചാൽ 4 പോയിന്റ് ആകും. ദക്ഷിണാഫ്രിക്ക ഇനിയുള്ള 2 മത്സരങ്ങളും ജയിക്കുകയാണെങ്കിൽ 2 ടീമുകളും സെമിയിലേക്ക് കടക്കും. ദക്ഷിണാഫ്രിക്ക ഒരു മത്സരം തോൽക്കുകയാണെങ്കിൽ നെറ്റ് റൺ റേറ്റ് ഘടകമാകും. ദക്ഷിണാഫ്രിക്ക 2ഉം തോറ്റാൽ ഇന്ത്യക്കൊപ്പം വിൻഡീസ് മുന്നേറും. അടുത്ത 2 മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ ഇന്ത്യ പുറത്താകും.